വാർത്തകൾ തുടരുന്നു. വിനായക ചതുർത്ഥി മള്ളിയൂർ ക്ഷേത്രം ഒരുങ്ങി. ചൊവ്വാഴ്ച വിനായക ചതുർത്ഥി ദിനം. വൈഷ്ണവ ഗണപതിയുടെ അനുഗ്രഹം നിറഞ്ഞു തുളുമ്പുന്ന മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ദിനമായ ചൊവ്വാഴ്ച പുലർച്ചെ 1008 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആരംഭിക്കും. ആറന്മുള ശ്രീകുമാർ നേതൃത്വം നൽകുന്ന നാദസ്വര കച്ചേരി ഭക്തമനസ്സുകളിലേക്ക് സംഗീതം പെയ്തിറക്കും. കോഴിക്കോട് പ്രശാന്ത് വർമ്മ നേതൃത്വം നൽകുന്ന മാനസ ജപലഹരിയും നടക്കും. രാവിലെ 10-ന് 1008 നാളികേരത്തിന്റെ മഹാഗണപതി ഹോമ ദർശനം, പഞ്ചരത്ന കീർത്തനാലാപനവും ഭക്തമനസ്സുകൾക്ക് കുളിർമയായുണ്ടാവും. 11-നാണ് പ്രസിദ്ധമായ ഗജപൂജ. കേരളത്തിലെ തലയെടുപ്പുള്ള 12-ലേറെ ഗജവീരന്മാരാണ് ഗജപൂജയിൽ പങ്കെടുക്കുക. തിരുവിഴ ജയശങ്കർ നേതൃത്വം നൽകുന്ന നാദസ്വര കച്ചേരിയും നടക്കും. 120-ലേറെ കലാകാരന്മാരെ അണിനിരത്തി പെരുവനം കുട്ടന്മാരാർ നേതൃത്വം നൽകുന്ന പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ 1:30-ന് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ നേതൃത്വം നൽകുന്ന പഞ്ചാരി മേളത്തിന്റെയും അകമ്പടിയോടെ 5:30-ന് കാഴ്ച ശ്രീബലിയും നടക്കും. രാത്രി 8:30-ന് വിളക്കും, തുടർന്ന് പള്ളിവേട്ടയും. കടുത്തുരുത്തിയിൽ സഹകരണ ഓണ വിപണിക്ക് തുടക്കമായത് നന്മ വിപണിക്ക്. ജില്ലാ റബ്ബർ പ്രോസസിംഗ് ആൻഡ് ജനറൽ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നന്മ സ്റ്റോറിന്റെ നേതൃത്വത്തിൽ കടുത്തുരുത്തി മാർക്കറ്റ് ജംഗ്ഷന് സമീപം സഹകരണ ഓണ വിപണി ആരംഭിച്ചു. മോഹൻ ജോസഫ് MLA വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് KT സിറിയക് അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന MBA ചെയർമാൻ EJ ആഗസ്തി നിർവഹിച്ചു. മുൻ MLA സ്റ്റീഫൻ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സക്രിയാസ് കുതിരവേലി, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പുത്തൻകാല, VM പോൾ, മാത്തച്ചൻ പുഞ്ഞത്തല, PV സുനിൽ, ജോസ് തോമസ്, സാനിച്ചൻ നടുപ്പുറമ്പിൽ, EM ചാക്കോ എണ്ണക്കാപ്പിളിൽ, AM ജോസഫ്, ജോസ് കണിവേലിൽ, ബേബി മണ്ണഞ്ചേരി, ജിമ്മി ഇപ്പൂട്ടിൽ, AR രാഘവൻ, മനോജ് മാത്യു, അൽഫോൻസ ചെറിയാൻ, വിനോദ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ഷീര കർഷക ചൂഷണം തടയാൻ നിർദ്ദേശങ്ങളുമായി മന്ത്രി PJ ജോസഫ്. കടുത്തുരുത്തി ബ്ലോക്ക് ക്ഷീര കർഷക സംഗമത്തിലാണ് മന്ത്രി കർഷക സ്നേഹം വ്യക്തമാക്കിയത്. സംഗമം മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്ഷീരസംഘം പോലും പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്ന് മന്ത്രി PJ ജോസഫ് പറഞ്ഞത് കടുത്തുരുത്തി ബ്ലോക്ക് ക്ഷീര കർഷക സംഗമത്തിന്റെ സമാപന സമ്മേളനത്തിലാണ്. ക്ഷീര കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഉപായങ്ങളും മികച്ച ക്ഷീര കർഷകൻ കൂടിയായ മന്ത്രി PJ ജോസഫ് വ്യക്തമാക്കി. ക്ഷീര കർഷകർ വളർത്തുന്ന കന്നുകുട്ടികൾക്ക് 6 മാസം വരെ സൗജന്യമായി സർക്കാർ തലത്തിൽ കാലിത്തീറ്റ നൽകണമെന്ന നിർദ്ദേശവും ജലവിഭവ വകുപ്പ് മന്ത്രി കൂടിയായ PJ ജോസഫ് മുന്നോട്ട് വെച്ചു. മോഹൻ ജോസഫ് MLA സംഗമത്തിന്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സക്രിയാസ് കുതിരവേലി, ജില്ലാ പഞ്ചായത്ത് അംഗം ലാലി സത്യൻ, ജോണി തോട്ടുങ്കൽ, VM പോൾ, KK ജേക്കബ്, ടോം C ആന്റണി, ഹേമലത, PK ഉത്തമൻ, അനീഷ് പാലക്കാമറ്റം, ലീല രാജൻ, ഗിരിജ ഭാസ്കർ, സ്മിത P നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ഷീരകർഷക പ്രശ്നങ്ങൾക്ക് സർക്കാർ അടിയന്തര സഹായം കാണുമെന്ന് ക്ഷീരവികസന സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ ക്ഷീരവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് വ്യക്തമാക്കിയിരുന്നു. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കേരള ഫീഡ്സ്, മിൽമ എന്നിവയുടെ വില യാതൊരു കാരണവശാലും വർദ്ധിക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അടുത്ത 3 വർഷം കൊണ്ട് പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുകയാണ് സംസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി KC ജോസഫ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. MLAമാരായ മോഹൻ ജോസഫ്, K അജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സക്രിയാസ് കുതിരവേലി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ലാലി സത്യൻ, ജോസ് പുത്തങ്കാല തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണത്തിന് വിലയുയരുന്നു. തിങ്കളാഴ്ച 1 ഗ്രാം സ്വർണത്തിന് 2815 രൂപ. വിലയുയരുമ്പോൾ ഉപയോഗം കുറയുന്നതായി കണക്കുകൾ. സ്വർണ്ണവിലയുടെ ഗ്രാഫ് മുകളിലേക്ക് ഉയരുന്ന സാഹചര്യമാണ് ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2810 രൂപ റെക്കോർഡ് വിലയിലെത്തിയ സ്വർണം തിങ്കളാഴ്ച 2815 ഉയർന്ന സർവകാല റെക്കോർഡോട് അടുക്കുകയാണ്. ഇപ്പോഴത്തെ വില വർധനവ് തുടർന്നാൽ വില 3000 തുടരുമെന്നാണ് വിലയിരുത്തലുകൾ ഉയരുന്നത്. സ്വർണം 3000 ഉയരുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തെ വിപണി സൂചിപ്പിക്കുന്നതെന്നാണ് സ്വർണ്ണ വ്യാപാരികളുടെ വിലയിരുത്തൽ. ആഗോളതലത്തിലെയും അഖിലേന്ത്യാ തലത്തിലെയും വിലയിലെ വ്യതിയാനമാണ് സ്വർണ്ണ വില വർധനവിന് കാരണമെന്നാണ് വ്യാപാരികളുടെ പക്ഷം. എന്നാൽ സ്വർണം ഏറെ രാജ്യത്ത് സ്വർണത്തിന് ആവശ്യം കുറയുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. സ്വർണ്ണ ഉപയോഗത്തിൽ ആഗോളതലത്തിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം. എന്നാൽ ഇന്ത്യയിൽ സ്വർണത്തിൻ്റെ ആവശ്യം കുറയുന്നതായി വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുകയാണ്. ആഭരണം എന്ന നിലയിലും നിക്ഷേപം എന്ന നിലയിലും സ്വർണത്തിന്
ആവശ്യക്കാർ കുറയുന്നതായാണ് കണക്കുകൾ പഠിപ്പിക്കുന്നത്. 2 വർഷത്തിനിടയിലെ താഴ്ന്ന നിലയിലാണ് രാജ്യം ഈ വർഷം 6-ാം മാസം പിന്നിടുമ്പോഴുള്ള ഉപയോഗമെന്നാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ 6 മാസ കാലയളവിൽ സ്വർണ്ണ ഉപയോഗം 7% ഇടിഞ്ഞ് 990 ടണ്ണായി എന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കുകൾ പറയുന്നത്. സ്വർണ്ണാഭരണങ്ങളുടെ ഉപയോഗം 72 ടൺ കുറഞ്ഞിരിക്കുകയാണ്. നിക്ഷേപത്തിലാകട്ടെ സ്വർണ്ണ ഉപയോഗം 85 ടൺ ഇടിഞ്ഞതായാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കുകൾ. രൂപയുടെ മൂല്യമിടിഞ്ഞതും സ്വർണ്ണവില ഉയർന്ന നിലയിൽ തന്നെ തുടരുന്നതും സാധാരണക്കാരെ സ്വർണം വാങ്ങുന്നതിൽ നിന്ന് അകറ്റി നിർത്തുകയാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സ്വർണ്ണ വിപണിയിലെ വിലയുടെ വ്യതിയാനത്തെ കുറവലങ്ങാട്ടെ പ്രമുഖ ജുവലറിയായ കളപ്പുര ജുവലറി ഉടമ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. സ്വർണ്ണവില എന്തായാലും കൂടാൻ തന്നെ സാധ്യത. കാരണം കഴിഞ്ഞ 3-4 വർഷത്തെ സ്വർണത്തിന്റെ വിലയുടെ ചരിത്രം എടുത്താൽ 1050 രൂപ വിലയിൽ നിന്നാണ് ഇന്നത്തെ 2815 രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് ക്രമേണ ഇനിയും ഉയരാൻ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, സ്വർണ്ണ ഉൽപാദക കമ്പനികളുടെ കയ്യിൽ കിട്ടുന്ന ഉൽപ്പാദിപ്പിക്കുന്ന സ്വർണത്തിന്റെ അളവ് കുറവാണ്. മൈനിങ് ഇൻഡസ്ട്രി പരാജയപ്പെടാം. 2, സ്വർണം നിക്ഷേപമായിട്ട് മാറ്റുന്ന ഒരു പ്രവണത രാജ്യങ്ങളും ഒപ്പം വ്യക്തികളും തുടങ്ങിയിട്ടുണ്ട്. നിക്ഷേപമായിട്ടല്ല, സുരക്ഷിതമായ ഒരു നിക്ഷേപം എന്നതിൽ സ്വർണത്തെ തരുന്നു. മാത്രമല്ല, സ്വർണം ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിലായിട്ട് നേരത്തെ ആളുകൾ സ്വർണം വാങ്ങിയിരുന്ന ഒരു ആഭരണം എന്നൊരു കൺസെപ്റ്റില്ല. ഇന്ന് ആളുകൾ സ്വർണം വാങ്ങുന്ന ആഭരണം എന്ന കൺസെപ്റ്റ് അല്ല, അതിലുപരി സ്വർണ്ണ കട്ടികൾ വാങ്ങി നിക്ഷേപമാക്കി വെക്കുന്നുണ്ട്. ഇത് സ്വർണത്തിന്റെ വിലയെ ഉയർത്തുന്ന ഘടകം തന്നെയാണ്. ഈ സാധനം, സ്വർണം എന്ന മെറ്റല് ലോകവ്യാപകമായിട്ട് കഴിഞ്ഞാൽ അതിന്റെ ലഭ്യത കുറവായതുകൊണ്ട് ഒരിക്കലും ഇതിന്റെ വില താഴത്തേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. പീരിയോഡിക് ആയിട്ടുള്ള വളരെ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാം എന്നുള്ളതല്ലാതെ ഒരു ലോങ് റണ്ണിൽ നോക്കിയാൽ ഈ മെറ്റൽ നിക്ഷേപത്തിന് ഏറ്റവും അനുയോജ്യമാണ്. ഒപ്പം സ്വർണം മൈനിങ് ഇൻഡസ്ട്രിയുടെ റിപ്പോർട്ടുകൾ പറയുന്നത് ഓരോ വർഷവും മൈനിങ് കുറഞ്ഞു വരുന്നതാണ്. മാത്രമല്ല, സ്വർണത്തിന് മറ്റു പല പരമ്പരാഗത ഉപയോഗങ്ങൾക്കപ്പുറം പല പുത്തൻ ഉപയോഗങ്ങളുണ്ട്. ആവശ്യങ്ങൾ പ്രധാനമായിട്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ സ്വർണ്ണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മൊബൈൽ ഫോണിലും 5 മില്ലിഗ്രാം സ്വർണ്ണമുണ്ട്. ആ 5 മില്ലിഗ്രാം സ്വർണം ഉപയോഗിച്ച് തോയവേ ചെയ്യുക, തിരിച്ച് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു ആഭരണം ഉപയോഗിച്ചാൽ നമ്മളുടെ ആ വെയർ ആൻഡ് ടയർ മാത്രമേ അത് നഷ്ടപ്പെടുന്നുള്ളൂ, ബാക്കി നമുക്ക് സ്വർണ്ണമായിട്ട് തന്നെ കിട്ടും. പക്ഷേ ഒരു മൊബൈൽ ഫോൺ ഉൽപ്പാദിപ്പിച്ച് അത് മാർക്കറ്റ് ചെയ്ത് ഒരു വ്യക്തി അത് ഉപയോഗിച്ച് കുറെ കാലം കഴിഞ്ഞ് കേടായി കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്നത്, ഒരിക്കലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണ്ണം റീകളക്ട് ചെയ്യാൻ പറ്റില്ല, അത് ലാഭകരവുമല്ല. ഇങ്ങനെ ഇന്ത്യയിൽ ഉള്ള അല്ലെങ്കിൽ ലോകം മൊത്തമുള്ള കോടിക്കണക്കിന് മൊബൈൽ ഫോണുകൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായി വന്ന സ്വർണത്തിന്റെ അളവ് തന്നെ കൂട്ടിയാൽ അത് ചിലപ്പം ടണ്ണ് കണക്കിനാണ്. ഇപ്പൊ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചിന്തിച്ചിരുന്ന ഉപയോഗക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുത്തൻ ഉപയോഗങ്ങൾ സ്വർണത്തിന് വന്നിട്ടുണ്ട്. ഇത് സ്വർണ്ണ വിപണിയെ മുകളിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ. ഒരിക്കലും താഴത്തേക്കുള്ള ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന ആവശ്യങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. വ്യാപാര മേഖലയിലെ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വനിതകളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. സ്വർണ്ണത്തെക്കാളുപരി ഒരു അസറ്റല്ല സേവിങ്സ് എന്നുള്ള രീതിയിലാണ് സ്വർണ്ണം ഏറ്റവും കൂടുതൽ എല്ലാവരും ഇപ്പോൾ കരുതി വയ്ക്കുന്നത്. പിന്നെ സ്വർണ്ണത്തിന് ഉപയോഗം കുറയ്ക്കാൻ ആണുങ്ങളിപ്പോൾ സ്ത്രീധനം സ്വർണം കുറച്ച് ചോദിക്കുക, അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സ്വർണ്ണ വിപണിയിലെ വില ഉയരുന്നത് സംബന്ധിച്ച് കുറവലങ്ങാട് അക്ഷയ സ്റ്റുഡിയോ ഉടമ മോഹനൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഈ കല്യാണ സീസൺ എടുത്തപ്പോൾ ഈ സ്വർണ്ണത്തിന് ഇങ്ങനെ വില കൂടുമെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന് ഒട്ടും താങ്ങാൻ പാടാത്ത ഒരു വലിയ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നാമത് ഓണമായപ്പോൾ ആൾക്കാരുടെ കയ്യിൽ എല്ലാ ഐറ്റത്തിനും വില കൂടി. പിന്നെ വില കൂടാത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിസ്സാരം മണ്ണെണ്ണ പോലും കിട്ടാനുമില്ല. ഇങ്ങനത്തെ അവസ്ഥയിൽ ഇപ്പോൾ കല്യാണം നടത്തുമ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ പോലത്തെ അവസ്ഥയിലാണ് മനുഷ്യൻ. കല്യാണത്തിന് പാവപ്പെട്ടവർ ഇപ്പോൾ 1 ഗ്രാം സ്വർണം മേടിക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഉള്ളവൻ്റെ കയ്യിലുണ്ട്, ഇല്ലാത്തവൻ്റെ ഇല്ല എന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെടുന്നതിന് മാക്സിമം വില കുറയ്ക്കണം, അല്ലെങ്കിൽ മനുഷ്യൻ ഉപയോഗം കുറയ്ക്കണം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. ഉള്ളവർ ഉപയോഗിക്കട്ടെ എന്ന് വയ്ക്കാം, അല്ലാതെ നോക്കിയൊന്നും നമ്മുടെ ഹീറോ മോട്ടോർ സൈക്കിൾ വിൽപ്പനയ്ക്കും സർവീസിംഗിനുമായി കുറവിലങ്ങാട് പകലോമറ്റത്ത് കൃപ മോട്ടോഴ്സ് പ്രവർത്തനം തുടങ്ങി. പകലോമറ്റം ജേസീസ് ഭവനോട് ചേർന്നാണ് കൃപ മോട്ടോഴ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്.
ഹീറോ മോട്ടോർ സൈക്കിളിൻ്റെ വിൽപ്പനയും സർവീസിങ്ങും കേന്ദ്രത്തിൽ ലഭ്യമാണെന്ന് പ്രൊപ്പറേറ്റർ ജോയി സ്റ്റീഫൻ പറഞ്ഞു. കൃപ മോട്ടേഴ്സിന്റെ ഉദ്ഘാടനം മോൻസ് ജോസഫ് MLA നിർവഹിച്ചു. പുലങ്ങാട് മർത്തമറിയം ഫൊറാന പള്ളി വികാരി ഫാദർ എബ്രാഹിം കൊല്ലിത്താനത്ത് മലയിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS രമാദേവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PC കുര്യൻ, അഡ്വക്കേറ്റ് KK ശശികുമാർ, ആൻസി ജോയി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടോണി പെട്ടക്കാട്, ചലച്ചിത്ര താരം ബാബു നമ്പൂതിരി, ജൂബിലി ഫിനാൻസ് പ്രതിനിധി ജോയി തോമസ് തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. മനുഷ്യ മനസ്സുകളിലേക്ക് സഞ്ചാരവീഥി തുറന്ന് സിറ്റി ന്യൂസ് ചാനലിൽ തിങ്കളാഴ്ച മുതൽ മൈൻഡ് മാസ്റ്റർ. മനുഷ്യ മനസ്സിന്റെ വ്യാപാര മേഖലകളെ പ്രേക്ഷകർക്ക് മുമ്പിൽ തുറന്നിട്ടുകൊണ്ടാണ് മൈൻഡ് മാസ്റ്റർ എന്ന പ്രത്യേക പരിപാടി സിറ്റി ചാനലിൽ തിങ്കളാഴ്ച മുതൽ സംപ്രേക്ഷണം ആരംഭിക്കുന്നത്. കൗൺസിലിംഗ്, വിവിധതരം തെറാപ്പികൾ, ചോദ്യോത്തരവേളകൾ, ചർച്ചകൾ, അനുഭവ സാക്ഷ്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് അരമണിക്കൂറോളം നീളുന്ന പ്രത്യേക പരിപാടി സിറ്റി ചാനലിൽ എല്ലാ ആഴ്ചകളിലും സംപ്രേക്ഷണം ചെയ്യുന്നത്. കൗൺസിലിംഗ് രംഗത്ത് പ്രമുഖനും അധ്യാപകനുമായ ജോർജ് കളപ്പുരയാണ് മൈൻഡ് മാസ്റ്റർ പരിപാടിയുടെ അവതാരകൻ. തിങ്കളാഴ്ച രാത്രി 10-ന് മൈൻഡ് മാസ്റ്റർ ആദ്യ സംപ്രേക്ഷണം നടക്കും. മൈൻഡ് മാസ്റ്റർ എന്നുള്ള ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനഃശാസ്ത്രം നിത്യജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. മനഃശാസ്ത്രം ബന്ധപ്പെടാത്ത മേഖലകൾ ഒന്നുമില്ല ജീവിതത്തിൽ. എല്ലാ വ്യക്തികളുമായും മനഃശാസ്ത്രം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ആയതിനാൽ ഇന്ന് ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് മനഃശാസ്ത്രം. ആ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങൾ, ഏതാനും കാര്യങ്ങളാണ് നമ്മൾ ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുന്നത്. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്: എന്താണ് മനഃശാസ്ത്രം? നമുക്കറിയാം, സൈക്കോളജി എന്നാണ് നമ്മൾ പറയുക. സൈക്കോളജി എന്നുള്ള പദം രൂപപ്പെട്ടിരിക്കുന്നത് രണ്ട് പദങ്ങൾ ചേർന്നാണ്. സൈക്കെ എന്നും ലോഗോസ് എന്നും ചേരുന്ന രണ്ട് പദങ്ങൾ ചേർന്നാണ്. സൈക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ആത്മാവ് എന്നാണ് വാക്കിന്റെ അർത്ഥം. ലോഗോസ് എന്നതിന്റെ അർത്ഥം ശാസ്ത്രം എന്നാണ്. അപ്പോൾ ആത്മാവിനെ സംബന്ധിച്ച ശാസ്ത്രമാണ് മനഃശാസ്ത്രം. കാലാവസ്ഥ. മീനച്ചിൽ, വൈക്കം താലൂക്കുകളിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരുന്നു. അങ്ങിങ്ങായി ചെറിയ മഴകൾ ലഭിച്ചു. അടുത്ത ദിവസം നേരിയ മഴയ്ക്ക് സാധ്യത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐക്യവും സംഘശക്തിയും വിളിച്ചോതി NSS ഞീഴൂർ മേഖലാ സംഗമം നടത്തി. സൈനികരുടെ രാജ്യസേവനം അതിവിശിഷ്ടമെന്ന് മോൻസ് ജോസഫ് MLA. ഐശ്വര്യത്തിന്റെയും കാർഷിക സമ്പദ് വ്യവസ്ഥയുടെയും സ്മരണകൾ നിറച്ച് ക്ഷേത്രങ്ങളിൽ നിറപുത്തിരി. അർത്ഥമെത്തി മലയാളിക്ക് പൂക്കളം ഒരുക്കാൻ തമിഴന്റെ പൂക്കൾ. സംസ്ഥാന ബജറ്റിൽ കടുത്തുരുത്തി മണ്ഡലം തഴയപ്പെട്ടതായി മുൻ MLA സ്റ്റീഫൻ ജോർജ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.